വെൽക്കം ബാക്ക് ടു ഷൈൻ സിസ്റ്റേഴ്സ്. നിന്ന് ഞങ്ങൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറെ നാളായില്ലേ മൂവീസ് ഒക്കെ റിയാക്ട് ചെയ്തിട്ട്. വെപ്പൺ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയെന്ന് കേട്ടു. സോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? നമ്മുടെ മടിഞ്ഞ് എയറിലിരിക്കാൻ തോന്നണല്ലേ സത്യരാജ്. മില്യൺ സ്റ്റുഡിയോ പ്രസൻസ്. சாதாரண மனுஷனே கிடையாது. ഷിയാസ് കരീം இதுவரைக்கும் 35 கேங் எடுத்திருக்கோம். വാസന്ത രവി. அதுல ஒருத்தன் கூட உயிரோட திரும்பவே இல்லை. அவன் யாரு, என்ன, எங்கிருந்து வந்தான்னு எவனுக்குமே தெரியாது. He's a ghost. அப்படி ஒரு ஆளே கிடையாது. இருக்கவும் வாய்ப்பில்லை. சுட்ட ஒரு புல்லட் கூட அவசரப்பட்ட ബുള്ളറ്റ് ബുള്ളറ്റ് വരെ ക്രാഷായി പോയി. സത്യരാജിനെ കുറിച്ചാണ് പറയണത്. അവൻ ലൈക് സൂപ്പർ ഹ്യൂമൻ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ ഒക്കെ പോലെ. അവൻ തലയ സീവി ടേബിളിൽ നിന്ന് I want that swastika. It's not a game. It's a war. ഫുൾ വെപ്പൺസും ഫൈറ്റും ഒക്കെ അല്ലേ. അത് മോഡേണൈസ്ഡ് ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ വെപ്പൺസ്. நம்ம தலை போயிடும். இந்தியாவில் மட்டும் 45 ஹெக்டர்ஸ் ஃபாரஸ்ட் அழிச்சிருக்காங்க. இந்த மாதிரி எல்லாம் நடக்கிறதுக்கு வாய்ப்பு இருக்கா? வாய்ப்பு இருக்கு. ஒரு சில கழுத புலிகள வீட்டாட வேண்டிய வேலை ஒண்ணு பாக்கி இருக்கு. இனிமேதான் கலியுகமே ஆரம்பமாக போகுது. ഗുഹാൻ സേനിയപ്പൻ അല്ലെ റിട്ടേൺ ആൻഡ് ഡയറക്ട് ചെയ്തത്. എന്നാ റിലീസ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. ഇത് കണ്ടിട്ട് ഫസ്റ്റത്തെ സീനിൽ തന്നെ കാണിക്കുന്നത് സത്യരാജ് എയറിലിരിക്കാനല്ല ചമ്മടം പടിഞ്ഞിട്ട് എയറിലിരിക്കുന്ന സീനാണ് കാണിക്കുന്നത്. പിന്നെ സത്യരാജിനെ ഒരു സൂപ്പർ ഹീറോ പലതും പറയുന്നത്. സൂപ്പർ ഹീറോ, സൂപ്പർ ഹ്യൂമൻ, മോൺസ്റ്റർ, ഗോസ്റ്റ്, അങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത്. എന്തൊക്കെയോ പവേഴ്സ് ഉള്ള പോലെ. ഈവൻ ഒരു ബുള്ളറ്റ് പോലും എഫക്ട് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് അവര് പറയുന്നുണ്ട്. കാരണം ഒരു ബുള്ളറ്റ് അവരെന്തോ ഗൺ ഷോട്ട് ചെയ്തപ്പോ ആ ബുള്ളറ്റ് വരെ എന്തോ ഞളങ്ങി പോയി എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ ഷിയാസ് കരീമിന് 4-5 ഷോട്ടില് ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. ഷിയാസ് കരീം ഇതിലൊരു ലീഡ് റോൾ ആവാൻ തന്നെ ചാൻസ്. ഗ്യാങ് ലീഡർ ഒന്നല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ആ ടീമിനെ ലീഡ് ചെയ്യണാൻ തോന്നുന്നുണ്ട്. എന്നാലും ആ ഗ്യാങ്ങിന്റെ മെയിൻ പേഴ്സൺ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് സത്യരാജിനെതിരെ ഓൾറെഡി കുറെ 35 ടീംസോളം അവർ അയച്ചിട്ടുണ്ട്. അതൊക്കെ ഫെയിൽ ആയി ആയിട്ടുണ്ടെങ്കിൽ പുതിയൊരു ടീമിനെ അയക്കണതിനെ പറ്റിയിട്ടാണ് അവർ. പിന്നെ വാസന്ത് രവി അതിലൊരു മേജർ റോൾ ചെയ്യുന്നത് തോന്നുന്നുണ്ട്. രവിനെയും കുറെ കാണിക്കുന്നുണ്ട്. കാരണം സത്യരാജിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്, ഓപ്പോസിറ്റ് ചെയ്യുന്നത് ഈ വാസന്ത് രവിയും ടീമാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും സത്യരാജ് ഒരു സൂപ്പർ പവർ ഉള്ള ഒരു മാൻ പോലെയാണ്. ഒരു നോർമൽ മാനാണ് ഇങ്ങനെ ഒരു പവറിൽ വന്നു കഴിഞ്ഞാൽ ഫിലിം അത്രയ്ക്ക് അങ്ങ് കേറാനുള്ള ചാൻസ് കുറവാണ്. ഇതിന്റെ തന്നെ CG വർക്ക്സ് ഒന്നും അത്രയ്ക്ക് നന്നായിട്ട് തോന്നിയിട്ടില്ല. ഒരു ആവറേജ് പോലെ ഫീൽ ചെയ്തു. എന്താണ് ഇതിന്റെ ആക്ച്വൽ സ്റ്റോറി നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിൽ അങ്ങനെ ഒരു ആക്ട്രസിനൊന്നും പറയാനൊന്നുമില്ല. ആക്ട്രസ് അങ്ങനെയൊന്നുമില്ല. മെയിൻലി ഒരു സൂപ്പർ ഹീറോ ആയിട്ട് സത്യരാജ് വരുന്നതായിരിക്കാം. സത്യരാജിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടീംസിനെ അയക്കുന്നുണ്ട്. അപ്പൊ അത് ഫെയിൽ ആകുമ്പോൾ വീണ്ടും ഒരു ടീമിനെ അയക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലായത്. ഫുള്ള് വെപ്പൺ റിലേറ്റഡ് ആയിട്ടുള്ള മോഡേണൈസ്ഡ് വെപ്പൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ വെപ്പൺസ് ആണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കിത് തിയേറ്ററിൽ പോയാലാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കഥ എന്തായാലും മനസ്സിലാവുള്ളൂ. നമ്മൾ വെയിറ്റിംഗ് ആണ് ഈ മൂവി കാണാനായിട്ട്. എന്നാണ് ഡേറ്റ് റിലീസ് ചെയ്യണമെന്ന് അവര് സ്പെസിഫിക് ഡേറ്റ് പറഞ്ഞിട്ടില്ല. നമുക്ക് എന്തായാലും മൂവി തിയേറ്ററിൽ പോയിട്ട് കണ്ടു നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും വീഡിയോസ് റിയാക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ പേരും കൂടി കമന്റ് ചെയ്യണേ. അപ്പൊ ടാറ്റാ ഗൈസ്.